പിണറായിസത്തിലുണ്ടായിരുന്ന ഗുണ്ടായിസം, അവരുടെ നവകേരള സദസ്സിനിടെയുണ്ടായ ഗുണ്ടായിസത്തിൽ ഗുണ്ടകളായി മാറിയിട്ടുള്ള 5 പബ്ലിക് ഗുണ്ടകളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായി എന്നാണ് വരുന്ന വാർത്ത. വാർത്തകൾ ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്വന്തം രക്ഷ നോക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടത്തിലാണ് ഈ ഗുണ്ടകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരന്റെ പാവപ്പെട്ടന്റെ നെഞ്ചും കൂട് അടിച്ച് തകർത്തപ്പോ, അല്ലെങ്കിൽ ആ നിലയിൽ അടിച്ച് പൊട്ടിച്ചപ്പോഴത്തേക്ക് അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വരും, അങ്ങനെ ഭരണം കയ്യിലിരിക്കുമ്പോൾ ആരടാ ഞങ്ങളെ ചോദിക്കാൻ എന്ന ഒരു അതിര് കടന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആരടാ ഞങ്ങളെ തൊടാൻ എന്ന രീതിയിൽ, ഒരുത്തനും ഞങ്ങളെ തൊടാനില്ല എന്നുള്ളൊരു അഹങ്കാരത്തിൽ അന്ന് കൈ വീശിയടിച്ചിട്ട കൈകൾക്ക് ഇപ്പോട്ട് സുഖമില്ല എന്നാണ് പുതിയ പുതിയ വാർത്തകൾ. നെട്ടോട്ടത്തിലാണ്. അന്ന് മുളവടിയും ലാത്തിയുമായിട്ട് ആ നവകേരള ധൂർത്തുണ്ടല്ലോ, അതിനിടയിൽ ചാടി വീണ ഗുണ്ടകൾക്ക് കാലം കാത്തുവെച്ച് ഇരട്ടടി അതാണ് കിട്ടുന്നത്. കാരണം ഈ അടിച്ച സമയത്ത് ഈ അടി കൊള്ളുന്നവരും മനുഷ്യരാണെന്നോ, അവർക്കും ചോരയും നീരും ഉണ്ടെന്നോ, അവരുടെ മാംസവും ചതയുമെന്നോ, അവർക്കും വേദന ഉണ്ടാവുമെന്നോ അവർ ചിന്തിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അല്പമെങ്കിലും ചിന്തുണ്ടായിരുന്നെങ്കിൽ, മനുഷ്യരാണെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ മാന്യമായി പെരുമാറാൻ അവർ പഠിച്ചേനെ. പക്ഷെ ഒരു ധാർഷ്ട്യക്കാരനായിട്ടുള്ള ആ സകല അന്യായങ്ങളെയും പിന്തുണയ്ക്കുന്ന സകല ഗുണ്ടകളെയും സകല തെമ്മാടിത്തരം കാണിക്കുന്നവരെയും പ്രവർത്തകരായി കണ്ടുകൊണ്ട് അവർ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ പിന്നെ എന്താ പേടിക്കാൻ? എന്നാൽ ഭരണം മാറി, ഈ ഭരണം മാറുമെന്ന് അന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷെ ഭരണം മാറില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നെങ്കിലും ഇപ്പൊ ഭരണം മാറി. കാര്യം ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ രക്ഷാപ്രവർത്തകരും ബാക്കിയുള്ളവരും ഏതോ ദിവാസ്വപ്നം കൊണ്ടിരിക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ അതങ്ങനെ. പക്ഷെ വോട്ടർമാർ വലിയൊരു ഭാഗം നേരെ അങ്ങ് തീരുമാനിച്ചു, ഇങ്ങനെയുള്ള ഒരു കലാപരിപാടി ഇനി ഇവിടെ വേണ്ട, അത് വേണ്ടെന്ന് തീരുമാനിച്ചപ്പോ പണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നെഞ്ചും പിരിച്ചു നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഇപ്പൊ സ്വന്തം ജീവനും ജോലിയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ തിണ്ണ നിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നെത്തിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേസിൽ ഉൾപ്പെട്ട 5 പോലീസുകാരെയും സർവീസിൽ നിന്നും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യും. കടുത്ത നടപടി തന്നെയാണ്, ഒരു സംശയമില്ല. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT 2 ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ മൊത്തം തലകുത്തി എടുത്തിട്ടതെന്ന് ചിന്തിക്കണം. എത്ര മാസങ്ങളായി ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും DGPക്ക് ഇടക്കാല റിപ്പോർട്ട് കൈമാറുമെന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്നതിന് പുറമെ 5 എണ്ണവും സർവീസിൽ നിന്ന് പുറത്തു പോകുമെന്നും പറയുന്നുണ്ട്. ഇത് വെറും ഒരു രക്ഷാപ്രവർത്തനം മാത്രമല്ല, വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ പോലീസുകാർക്കെതിരെ ചുമത്താൻ പോണത്. സ്വാഭാവികമായിട്ടും പണി തെറിക്കുന്ന, തൊപ്പി തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ചില ഗൺമാന്മാർ ആ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ മാറിയിട്ട് സാധാരണ സർവീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയിട്ടേ ഉള്ളൂ. എത്തി ഒന്ന് മൂടുറപ്പിച്ചിരിക്കുന്നതിന് മുമ്പാണ് ദേ വരുന്നു സസ്പെൻഷൻ ഓർഡർ. വരും. പ്രതിപട്ടികയിലുള്ള അനിൽ കല്ലിയൂരും സന്ദീപും അടക്കമുള്ളവർ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. കിട്ടും. വരുന്ന ചൊവ്വാഴ്ച ഈ അപേക്ഷ കോടതിയിൽ പരിഗണിക്കുകയാണ്. പക്ഷെ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വധശ്രമം പോലുള്ള കടുത്ത വകുപ്പുകൾ ഔദ്യോഗികമായി ചാർജ് ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടില്ല. മിക്കവാറും അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും, സസ്പെൻഷനും ഉണ്ടാവും. മുൻകൂർ ജാമ്യം തള്ളിയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അറസ്റ്റും റിമാൻഡുമാണ്. അങ്ങനെ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതിന് റിമാൻഡിലേക്ക് പോകുന്ന ആദ്യ പിണറായി ഗുണ്ടകളായിരിക്കും ഒരുപക്ഷെ ഇവർ. അങ്ങനെ നമുക്ക് നാളെ ഒരു PSC ചോദ്യം തന്നെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ആ രക്ഷാപ്രവർത്തകർ അടുത്ത് തന്നെ ജോലിയിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. മുളവടി കൊണ്ട് അടിച്ചൊതുക്കി നിയമം കയ്യിലെടുത്തവർ ഇന്ന് അതേ നിയമത്തിന്റെ വഴിയിൽ ഒന്ന് രക്ഷപ്പെടാൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ്. അത് ജനങ്ങൾക്കൊരു വലിയ സന്ദേശമാണ്. ഭരണം വരും, പോകും. നിയമവും മനുഷ്യത്വവും അതെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരും ഭരിക്കുന്നവരും ജനങ്ങളെ, സാധാരണക്കാരെ ജനങ്ങൾ, അവൻ എപ്പോഴും കിങ്ങാണ്. പലപ്പോഴും അവനെ അടിമകളാക്കി ചിലർക്കിട്ട് ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ചില ചട്ടങ്ങളെ എടുത്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെയായാലും കാലചക്രം കറങ്ങി വരും. കറങ്ങി വരുന്ന സമയത്ത് അതിന് തിരിച്ചടി കൊടുക്കാൻ ഈ അടിയാളനും രാജാവായി വരുന്നൊരു സമയം ഉണ്ടാകും. ഇപ്പോ അടി കൊണ്ടവന്റെ സമയമാണ്. കാരണം അവൻ ഇപ്പോ ജനപ്രതിനിധിയാണ്. മറ്റവൻ ജയിലിലേക്ക് പോകുന്നവനും ഒന്ന് കാണാനുണ്ട് അല്ലേ? സല്യൂട്ട് അടിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ലാതെ പോയല്ലോ ആ ഗുണ്ടകൾക്ക്. Different angles. Don't forget to subscribe and support this channel.